നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായ യാത്ര ഉറപ്പു നൽകുന്ന പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്ക് കുന്നംകുളത്ത് തുടക്കമായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മണ്ഡലം തല ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം നടന്നത്. പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിലെ വനിതാ യാത്രക്കാർക്ക് കുന്നംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി ടിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബസ്സിലെ യാത്രികർക്കായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് മധുര പലഹാര വിതരണം നടത്തി. കോൺഗ്രസ് വനിതാ ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൌൺസിലർ അനീന, സത്യഭാമ തുടങ്ങിയവർ ആദ്യയാത്രയിൽ പങ്കാളികളായി. ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, മണികണ്ഠൻ കാട്ടകമ്പാൽ, ജയൻ മാസ്റ്റർ, ഉണ്ണി ഏറത്ത്, നെൽസൺ, റെജി മാസ്റ്റർ, KV ഗീവർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. കുന്നംകുളത്ത് നിന്നും ദിവസേന 15-ൽ പരം ട്രിപ്പുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗജന്യയാത്ര അനുവദിച്ചിരിക്കുന്നത്. യാത്രാ സൗകര്യമുള്ള ബസ്സുകൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ടാകും. യാത്രയ്ക്കായി പ്രത്യേകം തിരിച്ചറിയൽ കാർഡുകളൊന്നും തന്നെ ആവശ്യമില്ലെന്നും ബസ്സിൽ കയറി കണ്ടക്ടറിൽ നിന്നും പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് കൈപ്പറ്റിയാൽ മതിയാകുമെന്നും അധികൃതർ അറിയിച്ചു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി ബസ്സുകളിലാണ് ഈ ആനുകൂല്യം ലഭ്യമാക്കുക. നിലവിലുള്ള നിയമപ്രകാരം സ്ത്രീകൾക്ക് 15 കിലോഗ്രാം വരെയുള്ള ലഗേജുകൾ പൂർണ്ണമായും സൗജന്യമായി ബസ്സിൽ കൊണ്ടുപോകാം. എന്നാൽ സ്ത്രീകൾക്കൊപ്പം 4 മുതൽ 11 വയസ്സുവരെയുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പണം നൽകി ഹാഫ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കുമുള്ള KSRTCയുടെ വലിയൊരു ചുവടുവയ്പ്പാണ് ഈ പ്രിയദർശിനി പദ്ധതി. ഗൃഹാതുരത്വമുണർത്തി ഗ്രാമീണ നൈർമല്യത്തിൽ ഒരു സംഗീത കൂട്ടായ്മയ്ക്ക് മരുതയൂരിൽ അരങ്ങൊരുങ്ങി. മരുതയൂർ ക്ഷേത്രനടയിലുള്ള ചായക്കടയിൽ ഇനി മുതൽ ചായയും പലഹാരങ്ങളും മാത്രമല്ല, മാനസിക ഉല്ലാസത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സൗജന്യമായി സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷം കൂടിയാണ് വിളമ്പുക. മരുതയൂരിൽ മനോജ് വടാശ്ശേരിയും ഭാര്യയും ചേർന്ന് നടത്തുന്ന V-Star ടീ ഷോപ്പിൽ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10 മണിവരെ പാട്ടിന്റെ പാലാഴി എന്ന പേരിൽ ഒരു സംഗീത സദസ്സും ഉണ്ടാകും. സാംസ്കാരിക പ്രവർത്തകനും കേരള ഗവൺമെന്റ് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ മനോഹരൻ പാവർട്ടിയുടെ ഈ ആശയം നടപ്പിലാക്കുന്നതിന് ഒരു ഗ്രാമം മുഴുവൻ ഒപ്പമുണ്ടായിരുന്നതും ഏറെ ശ്രദ്ധേയമായി. യവനിക കലാവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഗീത സഭയുടെ ഉദ്ഘാടനം യുവറോണർ.in ചെയർമാനും കലാകാരനും നാട്ടുകാരനും കൂടിയായ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി നിർവഹിച്ചു. യവനിക രക്ഷാധികാരി മനോഹരൻ പാവർട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ സരിത രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. പാവർട്ടി ലൈബ്രറി ഭരണസമിതി അംഗം ജോസൻ പാവർട്ടി, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ KC കാദർമോൻ, തജ്നീത് ക്ലബ് സെക്രട്ടറി അഫ്സൽ പാലുവായ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ശേഷം നടന്ന സംഗീത സഭയിൽ നാട്ടുകാരായ നിരവധി ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്നും ഉണ്ടായി. ഹനീഫ മരുതയൂർ, മൊയ്തു പവിത്രൻ, ശ്രീനിവാസൻ പണിക്കശ്ശേരി, അനശ്വര പ്രേമൻ, ഷീബ ഷാജി, അജീഷ് അമ്പാടി, ഷെഫീഖ് മരുതയൂർ, ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി മുതൽ തുടർന്നുവരുന്ന എല്ലാ ഞായറാഴ്ചകളിലും സംഘടിപ്പിക്കുന്ന സംഗീത സഭയിൽ പ്രമുഖ പിന്നണി ഗായകർ അടക്കം നിരവധി ഗായകർ പങ്കെടുക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന് മഹിളാ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കമ്മിറ്റി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി KR രാധിക, മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ്, സജിത സുനീഷ്, ഷാജി വർഗീസ്, ഷൈനി ഫ്രാൻസിസ്, ഷീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മിഠായി വിതരണവും നടത്തി. പോർക്കുളത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പഴഞ്ഞി സ്വദേശി
പനിക്കൽ ജിബി പി ജോൺ മരണത്തിന് കീഴടങ്ങി. കുന്നംകുളം പാലസ് റോഡിലെ ഗോൾഡൻ അക്വേറിയം ഉടമയാണ്. കഴിഞ്ഞ ജൂൺ 5-ന് വീട്ടിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള കടയിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ പോർക്കുളം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. ജിബി സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൽ അജ്ഞാത വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം ഇടിച്ച വാഹനം നിർത്താതെ പോയി. തലയ്ക്കും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റ ജിബിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവരുന്നുവെങ്കിലും ഇന്ന് മരണത്തിന് കീഴടങ്ങി. അപകടമുണ്ടാക്കിയ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുന്നംകുളം പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. മേഖലയിലെ വിവിധ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജബിയുടെ സംസ്കാരം പിന്നീട് നടത്തും. ഷൈമി ഭാര്യയും അലീന, അനീറ്റ എന്നിവർ മക്കളുമാണ്. ചരമം. മുതിർന്ന CPIM നേതാവും മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ബേബി ജോൺ മാസ്റ്ററുടെ ഭാര്യ ഷീല നിര്യാതയായി. 64 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് എളവള്ളി പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടത്തും. മാനവൻ, ഹിമവാൻ, അങ്കന എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേപ്പുറത്ത് പനക്കൽ പറമ്പിൽ കുഞ്ഞൻ മകൻ ഷാജു നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. അമ്മിണിയമ്മയും ഭീര ഭാര്യയുമാണ്. സാമവേദ് മകനാണ്. വേലൂർ പരേതനായ ഒലക്കിയെങ്കിൽ അന്തോണി ഭാര്യ ക്ലാര നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4:30 വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. മാഗി, വിൻസെന്റ്, എൽസി, റൂസ്ലി, അൽഫോൺസ എന്നിവർ മക്കളാണ്. മുണ്ടൂർ ഒലക്കിയെങ്കിൽ വർക്കി ഭാര്യ മറിയാമ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുണ്ടൂർ കർമ്മല മാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഡെന്നി, തോമസ്, ഡൊമിനിക്, ജോജി എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.